അടുത്തതായി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. എന്താണ് യൂണിവേഴ്സ് അതിനെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നത് എന്നറിയാം. സെക്കൻഡ് കാർഡ് കൂടി എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാട്ടർ ആൻഡ് 10 ഓഫ് എർത്ത് എനർജീസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലരുടെ ലൈഫിൽ ഒരു വ്യക്തിയുടെ കടന്നുവരവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായേക്കാവുന്ന അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരു പേഴ്സൻ്റെ എൻട്രി നമുക്ക് കാണാം. ചിലരെ സംബന്ധിച്ച് അത് അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആവുന്ന ഒരവസ്ഥയാണ്. അവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്ര അങ്ങോട്ട് ഒരു പോരായിക കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ണറിൽ നിന്ന് കുറച്ചുകൂടി ഒരു സഹകരണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ രണ്ടാമത്തേതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നീക്കിയിരിപ്പുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടം കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കിട്ടുന്നതായിരിക്കാം. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് ലഭിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരിൽ അവരുടെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയം കടന്നു വരാൻ പോകുന്നതായിട്ട് കാണാം. അത് ചിലപ്പോൾ അവർ ഒരുമിച്ചുള്ള ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഗ്യാതറിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള യാത്രകളായിരിക്കാം. കൂടുതൽ സമയം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടും നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.